നാട്ടുകൾ വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് DCC ജനറൽ സെക്രട്ടറി PR സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ആശുപത്രിപ്പടി മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു. വാർത്ത വിശദമായി. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം മന്ദഗതിയിലാകുന്ന സർക്കാർ നിലപാടിനെതിരെ യൂത്ത് കോൺഗ്രസ് മണ്ണാർക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. ഫിസിഷ്യൻസ് ഡോക്ടറുടെ സേവനവും കണ്ണ് ഡോക്ടറുടെ സേവനവും 6 മാസമായിട്ട് ഇല്ല. ജനറൽ സർജറികളിലെല്ലാം കോട്ടത്തറ ആശുപത്രിയിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ലാബ് ടെസ്റ്റുകൾ പുറത്തേക്ക് എഴുതുന്നു. എക്സ്റേ മെഷീൻ ഇടയ്ക്കിടെ കേടാവുന്നു. ലേബർ റൂം അടച്ചിടുക, ആവശ്യത്തിന് മരുന്നുകൾ ലഭിക്കാതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് നടത്തിയത്. മാർച്ച് DCC ജനറൽ സെക്രട്ടറി PR സുരേഷ് ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് നസീർ ബാബു അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ അരുൺകുമാർ പാലക്കുറിശി മുഖ്യപ്രഭാഷണം നടത്തി. VV ഷൗക്കത്ത് അലി, കുരിക്കൽ സയ്യിദ്, കുമരമ്പത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത്, നൌഷാദ് ചേലഞ്ചേരി, റസാഖ് മംഗലത്ത്, അഹമ്മദ് സുബൈർ, സനർ ബാബു, റസാഖ് മംഗലത്ത്, അനു S ബാലൻ, രമേശ് ഗുപ്ത, ടിജോ P ജോസ്, ശ്യാം പ്രകാശ്, അജേഷ് M, ശ്യാം പ്രകാശ് തോരാപുരം, മുഹമ്മദ് സിബിത്ത്, ഫൈസൽ, നിജോ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്ത് പ്രസംഗിച്ചു. തുടർന്ന് ആശുപത്രിയുടെ മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു. രോഗികൾക്ക് ദോഷമുണ്ടാക്കുന്നതിനല്ല, ഡയാലിസിസ് സെന്റർ പ്രവർത്തിക്കുന്ന സ്ഥിതി നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ മേജർ ഫണ്ട് ഈ ഡയാലിസിസിന് ഉപയോഗിക്കുക. ഡയാലിസിസിന്റെ സംവിധാനത്തിന് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇവിടെ പറഞ്ഞല്ലോ, ഈ മൃഗങ്ങളുടെ കടിയേറ്റാൽ, തെരുവുനായ്ക്കളെ കടിയേറ്റാൽ മെഡിക്കൽ ICU സംവിധാനമുണ്ടോ? എത്ര വർഷം മുമ്പാണ് MP ഇവിടേക്ക് ഫണ്ട് കൊടുത്തത്? 1 കോടി രൂപ. അത് പ്രാവർത്തികമാക്കാൻ ഇവർക്ക് കഴിഞ്ഞോ? അതിന്റെ ഉദ്ഘാടന സംവിധാനം നടത്തി മെഡിക്കൽ ICU അടക്കമുള്ള ലിഫ്റ്റ് അടക്കമുള്ള സംവിധാനങ്ങൾക്ക് പണം കൊടുത്തതല്ലേ? MLA പണം, കിഫ്ബിയുടെ പണത്തിന്റെ ബിൽഡിങ്ങിന്റെ സ്ഥിതി എന്താ? ഇതൊക്കെ ഏർപ്പാടാണ്, കച്ചവടമാണ്. ആദ്യ റൗണ്ടിൽ ഇതിൽ ലേലം ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കച്ചവടത്തിന്റെ കമ്മീഷൻ അവർക്ക് കിട്ടി. പിന്നെ ഇവർക്ക് ഇതിലൊന്നും മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ വളരെ ശക്തമായി ഈ കാലാവസ്ഥയിൽ അധികമൊന്നും ദീർഘിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ ശക്തമായി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് അടിയന്തരമായിട്ട് ഈ ആശുപത്രി പഴയ പൂർവ്വ പ്രതാപത്തിലേക്ക് ഈ ആശുപത്രി എത്തിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി മുൻകൈയെടുക്കാത്ത പക്ഷം ഇത് അതിശക്തമായ സമരം ഞങ്ങൾ നടത്തും. പാലക്കാട് ജില്ലയിലേക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി വന്നിട്ട് കൊല്ലങ്ങളായി. ഈ പ്രദേശത്ത് ഒരു ആശുപത്രിയും അവർ സന്ദർശിച്ചിട്ടില്ല. കോവിഡ് കാലത്തുള്ള കൊള്ള കഴിഞ്ഞു. കഴിഞ്ഞ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കാലത്ത് കോവിഡ് കൊള്ള കഴിഞ്ഞതിന് ശേഷം ഈ ആരോഗ്യവകുപ്പ് മന്ത്രി വന്നു. ഇത് ചില മത സംഘടനകളുമായിട്ട് ഒരു പാലത്തിന്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വേണ്ടിയിട്ട് ഒരു പാലമായിട്ടാണ് ഈ ആരോഗ്യവകുപ്പ് മന്ത്രി സ്ഥാനം ഞങ്ങൾ കാണുന്നത്. അതിനെക്കുറിച്ചൊന്നും നമ്മളിപ്പോ വിശദീകരിക്കുന്നില്ല. ഏതായാലും വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഈ ആശുപത്രിയിലെ ലാബ് സൗകര്യങ്ങള് വളരെ ക്രിയാത്മകമായിട്ട് നല്ല രീതിക്ക് പ്രവർത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇവിടുത്തെ എക്സ്റേയുടെ അറ്റകുറ്റപ്പണികൾ നടത്തി അതിനുള്ള സംവിധാനം, ഈ പാവപ്പെട്ട ആളുകൾക്ക് എക്സ്റേ ഇവിടെ എടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇവിടെ വരുന്ന ആളുകളെ റെഫർ ചെയ്ത് കൊടുക്കുന്ന ഈ രീതി അവസാനിപ്പിക്കണം. ഈ ജനറൽ സർജറിക്ക് അടിയന്തരമായിട്ട് ഇതിന്റെ സംവിധാനം ഉണ്ടാക്കണം. തിയേറ്റർ സജ്ജമാക്കണം. അതുപോലെ തന്നെ ഇതിന്റെ ഫിസിഷ്യന് ഇവിടെ വരുന്ന മരുന്ന് എഴുതി കൊടുക്കാനുള്ള ഒരാളെയെങ്കിലും, ഒരു ഡോക്ടറെങ്കിലും ഇവിടെ നിങ്ങൾ ഉണ്ടാക്കണം. 1931 പ്രവർത്തനം ആരംഭിച്ച ദേശബന്ധു സ്കൂൾ നിരവധി തലമുറകൾക്ക് വിജ്ഞാനം പകർന്നു നൽകിക്കൊണ്ട് പാഠ്യേതര മേഖലകളിൽ ഇന്ന് സംസ്ഥാന തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പൊതുവിദ്യാലയമായി മാറിയിരിക്കുന്നു. USS NMMS സ്കോളർഷിപ്പുകൾ ധാരാളം കുട്ടികൾക്ക് ലഭിക്കുന്നു. SSLC +2 പരീക്ഷകളിൽ ഉയർന്ന വിജയ ശതമാനം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 36 കുട്ടികൾ വിവിധ ഇനങ്ങളിൽ പങ്കെടുത്ത് A ഗ്രേഡ് വാങ്ങി. പൊതുവിദ്യാലയങ്ങളിൽ പാലക്കാട് ജില്ലയിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി ചരിത്ര നേട്ടം കൈവരിച്ചു. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിലും കായികോത്സവത്തിലും പങ്കെടുത്ത് നമ്മുടെ കുട്ടികൾ ശ്രദ്ധേയരാകുന്നു. NSS, NCC, സ്കൗട്ട്, ഗൈഡ്സ്, JRC, ലിറ്റിൽ കൈറ്റ്സ് തുടങ്ങിയ വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമാർന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പരിപാടികൾ. മാനേജർ ശ്രീ വത്സൻ മഠത്തിലിന്റെയും ക്രിയാത്മകമായ PTA കമ്മിറ്റിയുടെയും അർപ്പണബോധമുള്ള അധ്യാപകരുടെയും നേതൃത്വത്തിൽ മിടുക്കരായ കുട്ടികളുടെയും ദിശാബോധമുള്ള രക്ഷിതാക്കളുടെയും സർവോപരി പൂർവ്വ അധ്യാപകരുടെയും
വിദ്യാർത്ഥി സമൂഹത്തിന്റെയും പിന്തുണയോടെ ദേശബന്ധു ജൈത്രയാത്ര തുടരുകയാണ്.